മച്ചാമാരെ നമസ്കാരം. നമ്മളിന്നൊരു പോർക്ക് വിന്താറാണ് വെക്കാൻ പോണത്. അപ്പൊ നമ്മൾ പോർക്ക് മേടിച്ചു കൊണ്ടുവന്നിട്ടാ. അപ്പൊ നമുക്കത് നുറുക്കി സെറ്റാക്കി വെക്കാം. അപ്പൊ നമുക്ക് വീട്ടിലേക്ക് പോവാം. നമ്മൾ കുറച്ച് നെയ്യും കൂടിയുള്ള രീതിയിലാണ് മേടിച്ചേക്കണേ. അപ്പൊ വിന്താറ് വയ്ക്കുമ്പോൾ കുറച്ച് നെയ്യ് ആവശ്യമാണ്. അത് കാരണം നെയ്യും കൂടിയുള്ള പീസാണ് നമ്മൾ എടുത്താണ് കേട്ടോ. അപ്പൊ നമുക്കത് കട്ട് ചെയ്ത് സൈസ് ആക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ പോർക്ക് നുറുക്കി കഴിയാറായിട്ട് കേട്ടോ. സെറ്റാക്കിയിട്ടുണ്ട്. നല്ല അലുവ പോലെ നുറുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് കഴുകിയിട്ട് മഞ്ഞപ്പൊടി ഉപ്പും കൂടി തിരുമ്പി വെക്കണം കേട്ടോ. അപ്പോൾ എന്നിട്ട് കാണിക്കാം നമുക്ക്. പോർക്ക് നുറുക്കി കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ മഞ്ഞപ്പൊടി ഉപ്പും കുറച്ച് വെളിച്ചെണ്ണ കൂടി തിരുമ്പി വയ്ക്കാൻ പോകാൻ കേട്ടോ. അപ്പോൾ നമുക്കത് കാട്ടിടാം. കുറച്ച് ഉപ്പിട്ടു, മഞ്ഞപ്പൊടി ഇട്ടു, നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് ഇത് തിരുമ്പി ഒരു 10 മിനിറ്റ് വെക്കാം കേട്ടോ. ഇത് തിരുമ്പി വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള മസാലകൾ റെഡി ആക്കണം. അപ്പോൾ ഇതൊരു 10-15 മിനിറ്റ് ആയിട്ട് ഇരിക്കട്ടെ. നമ്മൾ ചുവന്നുള്ളി ഇട്ടു, കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെ ഇട്ട് നമുക്കൊന്ന് അരയ്ക്കണം. കുറച്ച് പൊടികൾ കൂടി ചേർക്കണം കേട്ടോ. അതായത് നമ്മൾ കാശ്മീരി ചില്ലി ചേർക്കുന്നുണ്ട്. കാശ്മീരി ചില്ലി ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. കുറച്ച് കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. കുരുമുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. മല്ലിപ്പൊടി, ഇനി കുറച്ച് ജീരകപ്പൊടി ചേർക്കുന്നുണ്ട്. ജീരകമായാലും മതി, പൊടി കുറച്ച് ചേർക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ഗരം മസാല ചേർക്കുന്നുണ്ട്. ഗരം മസാല കുറച്ച് മതി, കുറച്ച് ചേർക്കുന്നുണ്ട്. അടുത്ത ഇതാണ് എൻ്റെ മെയിൻ ഐറ്റം, കടുക് ചേർക്കുന്നുണ്ട് കേട്ടോ. കടുക് ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. ഇതിലേക്ക് നമ്മൾ കുറച്ച് വിനാഗിരി ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് അരയ്ക്കണം കേട്ടോ. അരച്ച് നല്ല വെണ്ണ പാകമായിട്ട് എടുക്കണം കേട്ടോ. പോർക്ക് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ആ മഞ്ഞപ്പൊടി ഉപ്പും വെളിച്ചെണ്ണ തിരുമ്മി വെറുതെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് അരപ്പ് ചേർത്ത് കൊടുക്കാണ്ടായിരിക്കും. നമ്മൾ നേരത്തെ വെച്ച സാധനം കൂടി അരച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. അത് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ആ ജാറ് കഴുകിയ വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇളക്കി സെറ്റാക്കാം കേട്ടോ. നന്നായിട്ട് ഇളക്കി പിടിപ്പിക്കണം. ഇതൊന്ന് വെന്താൽ മതി കേട്ടോ. അവർക്ക് വെന്താലെന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള പരിപാടിയൊന്നുമല്ല. അടക്ക അടി പിടിക്കാണ്ട് ഇളക്കി കൊടുക്കുക. നമ്മൾ വേറെ വെള്ളം ചേർക്കണില്ല. അരപ്പ് കഴുകിയിട്ടുള്ള വെള്ളം മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇടക്കൊന്ന് ഇളക്കി കൊടുക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ അടി പിടിക്കാൻ സാധ്യതയുണ്ട്. എന്നിട്ട് മൂടി വയ്ക്കാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ വിന്താര് തിളച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ച് പഞ്ചസാര ചേർക്കൂട്ടാ. വിന്താരിൽ ചൊറുക്കും പഞ്ചസാരയും മെയിനായിട്ട് ചേർക്കുന്ന ഐറ്റമാണ്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നമ്മളൊന്ന് ഇളക്കി ഈ ചാറൊന്ന് കുറുതായി കിടണം കേട്ടോ. അതിന് നമുക്കത് ഒന്ന് ചാറൊന്ന് പറ്റി കിടണം. നമ്മുടെ കറി സെറ്റായിട്ട് കേട്ടോ. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം കേട്ടോ. ഗ്രേവി കണ്ടോ, ഗ്രേവി നല്ല തിക്ക് ഗ്രേവിയാണ്. നെയ്യൊക്കെ തെളിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കറിയുടെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. വിന്താറ് സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് കാണിക്കാം കേട്ടോ. മച്ചാമാരെ നമ്മുടെ വിന്താറ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് കഴിച്ചു നോക്കാം കേട്ടോ. നമ്മൾ സെറ്റായിട്ടുണ്ട്. സൂപ്പറായിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റായിട്ടുണ്ട്. ഒരു നെയ് പീസ് കഴിച്ചോ. ഗ്രേവിയും നമ്മളതിനൂടെ കഴിക്കാറുണ്ട്. പൊറോട്ടയാണ് കേട്ടോ. പൊറോട്ടയും നല്ല തിക്ക് ഗ്രേവി ഉണ്ട് കേട്ടോ. കഴിച്ചോക്കട്ടാ. അപ്പോൾ സംഭവം സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് കഴിക്കട്ടെ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.